സുഹൃത്തുക്കളെ, ഇത് നമ്മൾ തിരൂര് വൈലത്തൂർ നടത്തിയൊരു വർക്കിൻ്റെ സൈറ്റിലാണ് കേട്ടോ നമ്മളിതുള്ളത്. ഇന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയാണ്. അപ്പോൾ നമ്മളെല്ലാ പോസ്റ്റും ഫിറ്റ് ചെയ്ത് ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം വാട്ടർ ലെവൽ ചെയ്ത് അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തൈ വെക്കാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് പൈപ്പ് നമ്മൾ വാട്ടർ ലെവലായിട്ട് വെച്ച് അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൈയും കാര്യങ്ങളും മാത്രമേ ഇനി വെക്കാനുള്ളൂ. പുള്ളി പറഞ്ഞിട്ടാണ് നമുക്ക് ഈ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇതാണ് നിങ്ങളെ നല്ല ഉഷാറായിട്ട് നോക്കൂല. നിങ്ങളെ വീട് എവിടെ ആയിരുന്നു? വയനാടില്ലേ? വിജയിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര കൃഷിക്കാരനാണ്. വയനാട് എവിടെ വീട് ആയിരുന്നു? മേപ്പാടിയിലല്ലേ? പുള്ളി മേപ്പാടി. നിങ്ങളെ അവിടെയാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പുള്ളി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനാണ് നോക്കുന്നത്. നമ്മളെ വർക്ക് എങ്ങനെയുണ്ട് അതൊന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര ടൈം കൊണ്ടാണ്? ഫാസ്റ്റ് വർക്ക് അല്ലേ? നല്ല വർക്കാണ്. പിന്നെ ഫിനിഷിങ് എങ്ങനെയുണ്ട്? ഫിനിഷിങ് നല്ല ഉഷാറായില്ല? വാട്ടർ ലെവലാണ്. ഇതുപോലെ നമ്മൾ ഒരു 20 സെന്റ് 10 സെന്റ് ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാക്കി തരും കേട്ടോ. ഒരു തോട്ടം ഉണ്ടാക്കി തരും. ഫുള്ള് വൃത്തിയായി വർക്ക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നല്ല സെറ്റാക്കി തരും നിങ്ങൾക്ക്. നമ്മൾ ഫുള്ള് വർക്ക് കഴിയുമ്പോൾ ഇതുപോലെ ഫിനിഷ് ആവട്ടെ. തലനിരപ്പൊക്കെ ഏകദേശം ഇതേമാതിരി ഫിനിഷിങ് ആക്കിയിട്ടാണ് വരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷീറ്റ് വിരിക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് വിരിക്കാനൊക്കെ സുഖമാണ്. ഇതിൽ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റിക്കാണ്ട് ഇതിൽ ഷീറ്റാണ് വിരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇന്ന് ഏകദേശം 120 പോസ്റ്റാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ വെച്ചത്. ആ 120 പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 3 മണിയായപ്പോൾ തന്നെ നമ്മളെ വർക്ക് തരുന്നു. അത് ഫിനിഷിങ് വർക്കാണ് നമ്മൾ വരുന്നത്. ഇതുപോലെതാ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് പൈപ്പ് ഒരേ ലെവലിലേക്കാരം. ചരട് പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കിയാൽ ഒരേ ലെവലിലേക്കാരം. ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയാലൊക്കെ അപ്പോൾ 2 മീറ്റർ അകലെയാണ്. എങ്ങനെ നോക്കിയാലും 2 മീറ്റർ അകലേക്കാരം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ഫിനിഷിംഗ് ആയിട്ടേ ചെയ്യുള്ളൂ. അത് നമ്മൾ കുഴി എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേമാതിരി ഫിനിഷിംഗ് ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുഴി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം 1-2 സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പൈപ്പ് ഇതുപോലെ നമുക്ക് ഒരേ അകലത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ കുഴി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുഴി എടുത്ത് ഇതാകുമ്പോൾ ചരട് പിടിച്ച് ചെയ്യാതെ ഒരിക്കലും ഇങ്ങനെ ഒരു വർക്ക് ഫിനിഷിംഗ് ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കേരളത്തിലെല്ലാ സ്ഥലത്തും നമ്മൾ കുരുമുളക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങൾ ഒരു തോട്ടം സെറ്റ് ചെയ്ത് തരാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ചാർജിൽ ഇതടക്കം ഉൾപ്പെടും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇതേമാതിരി ഫിനിഷിംഗ് ആക്കിയിട്ട് ഇങ്ങനെ തരും. അപ്പോൾ അതാണ് നമ്മൾ തോട്ടത്തിൻ്റെ വർക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തൈ വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി ഇതിൽ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും തോട്ടമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ MK ഗാർഡൻ്റെ നമ്മുടെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ വൃത്തിയിൽ എല്ലാവർക്കും ചെയ്തു തരും കേട്ടോ.